നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ പിതാവായ ദൈവത്തോട് യെസ് പറയുന്ന ജീവിതമായി മാറണം. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളൊന്ന് ആകമാനൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, പരിശുദ്ധ അമ്മയുടെ ജീവിതം പിതാവായ ദൈവത്തിന് സമ്മതം പറഞ്ഞ ഒരു ജീവിതമായിരുന്നു. നമുക്കെല്ലാവർക്കും സുപരിതമായ ഒരു വചനമാണ്. അത് ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം. അല്ലെങ്കിൽ നമുക്ക് ആ വചനം ഇപ്രകാരമാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 1:28 വചനം പറയുന്ന ദൂതൻ അവളെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇങ്ങനെ ഈ സമയം അല്ലെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ നമ്മുടെ സമീപം മാലാഖ വന്ന് പറയുകയാണ്, മകനെ മകളെ നീ ദൈവകൃപ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇങ്ങനെ അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് ഒരു ദൈവത്തിൻ്റെ ദൂതം വന്ന് ഇപ്രകാരം എന്നോട് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നത് സന്തോഷമാണോ അതോ ഒരു അസ്വസ്ഥതയാണോ? നമുക്ക് തോന്നുക അസ്വസ്ഥതയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായത് അസ്വസ്ഥതയാണ്. ദൈവത്തിൻ്റെ ദൂതം വന്ന് ഈ പിതാവായ ദൈവത്തിൻ്റെ ദൂത് ഈ മറിയത്തോട് പറയുമ്പോൾ, ഈ വചനം കേട്ട് കഴിഞ്ഞ് ദൈവം കൂടെയുണ്ട്, നീ ദൈവകൃപ നിറയപ്പെട്ട വ്യക്തിയാണ്, ഇങ്ങനെ നീ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പുത്രിയാണ് എന്ന് ഈ ദൈവത്തിൻ്റെ ദൂതൻ ഈ പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ ഈ അമ്മയിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം പറയുക. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയ ചിന്ത ഇതായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും അധികം കൃപ നിറയപ്പെട്ട വ്യക്തിയാണ്, പരിശുദ്ധാത്മ നിറയപ്പെട്ട വ്യക്തിയാണ് ആര്? പരിശുദ്ധ അമ്മ. നോക്കി, ഈ ലോകത്ത് ഏറ്റവും അധികം ദൈവകൃപ നിറയപ്പെട്ട വ്യക്തി, ഈ ലോകത്ത് ഏറ്റവും അധികം പരിശുദ്ധാത്മ നിറയപ്പെട്ട വ്യക്തി, ഇത്രമാത്രം അഭിഷേകമുണ്ടായിരുന്ന ഈ പരിശുദ്ധ അമ്മയെ സമീപിച്ച് ദൈവത്തിന് ദൂതൻ ഈ ദൈവത്തിന് ദൂത് അറിയിക്കുമ്പോൾ തിരുവചനം പറയുക, ഈ പരിശുദ്ധ അമ്മയിലുണ്ടായത് അസ്വസ്ഥതയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം പറയുന്നത് അവൾ വളരെ എന്തായി മാറി? അസ്വസ്ഥതയുള്ള വ്യക്തിയായി മാറി. എന്ന് പ്രിയങ്ങൾ വളരെ പറയുന്ന വാക്ക്, അതായത് ഒരു കാര്യത്തെക്കുറിച്ചല്ല, അനേകം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് വളരെ നമ്മൾ പറയുക. അപ്പോൾ തിരുവചനം പറയും, വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു കാര്യമല്ല, അനേകം ചിന്തകൾ കടന്നു വന്നിട്ട്, അനേകം ഓർമ്മകൾ കടന്നു വന്നിട്ട്, അനേകം സംഭവങ്ങൾ ഓർത്തിട്ട്, ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഈ അമ്മ, ഈ പരിശുദ്ധ അമ്മ എന്തായി മാറി? വളരെ അസ്വസ്ഥതയുള്ള വ്യക്തിയായി മാറി. നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാകാം? അസ്വസ്ഥതയുണ്ടാകാം. പിന്നീട് പല രീതിയിലാണ് ഒരു വ്യക്തി കുടുംബത്തിലേക്ക് എന്ത് കടന്നു വരിക? അസ്വസ്ഥത. നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന മേഖല നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയുള്ള ഒരു ജീവിതമാണോ? പ്രിയയോടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അവരുടെ ജീവിതത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ എന്തില്ല? അസ്വസ്ഥതയില്ല. ഒരിക്കലും ഒരമ്മ താപോർ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ അമ്മ പറഞ്ഞാച്ചാ, എനിക്ക് 24 വർഷമായി നടുവിന് വേദനയാണ്. പിന്നീട് അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞാച്ചാൽ എനിക്ക് 24 വർഷത്തിലധികമായി മൈഗ്രെയിൻ, അതിൻ്റെ രോഗമുണ്ടച്ചാ. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ഈ 2 രോഗങ്ങളെക്കുറിച്ച് പറയുക. താപോരി ധ്യാനം കൂടുമ്പോൾ ഒരു വ്യക്തിക്ക് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അല്ലെങ്കിൽ 3 നിയോഗം പറയാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിവ് പ്രാർത്ഥനയിൽ. അപ്പോൾ ഈ അമ്മ 24 വർഷമായി നടുവിന് വേദനയും അതിലധികം വർഷമുള്ള ഈ മൈഗ്രെയിൻ, ഈ തലവേദനയുണ്ട്. ഈ അമ്മ തൻ്റെ രോഗത്തെക്കുറിച്ചൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഇന്നും അത് അത്ഭുതപ്പെടുക. ഈ അമ്മ പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. ഈ അമ്മ പറഞ്ഞത് മുഴുവനും ഈ മക്കളെ കുറിച്ചുള്ള കാര്യം. ഈ അമ്മയുടെ ശരീരം രോഗമുള്ള ശരീരമാണ്, 1/4 നൂറ്റാണ്ടായി രോഗമുണ്ട്, 1/4 നൂറ്റാണ്ടിലധികമായ മൈഗ്രെയിൻ തലവേദനയുണ്ട്. എന്നാൽ ഈ അമ്മയ്ക്ക് ഈ തലവേദനയോ ഈ നടുവിന് വേദനയോ ഒരു വേദനയായിട്ടോ ഒരു അസ്വസ്ഥതയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ല. അതിന് വലിയൊരു അസ്വസ്ഥത ഈ അമ്മ പേറുക തൻ്റെ മക്കളെ കുറിച്ച്. ഈ അമ്മ പറഞ്ഞു, അച്ഛാ നീ എൻ്റെ മകന് ജോലി കഴിഞ്ഞ് നിരവധി വർഷമായി അച്ഛാ എൻ്റെ മകന് ജോലിയില്ല. നീ അത് കഴിഞ്ഞ് അമ്മ വീണ്ടും പറഞ്ഞു, അച്ഛാ എൻ്റെ 2ാമത്തെ മകന് പഠനമേഖലയിൽ പുറകെ നിൽക്കുകയാണ്, എൻ്റെ മകൻ പഠനമേഖലയിൽ മുന്നോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അമ്മ പറഞ്ഞത് എൻ്റെ ഭർത്താവിന് ശാരീരികമായ ചില അസ്വസ്ഥതയുണ്ട്, അത് സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അമ്മയ്ക്ക് പറയാമായിരുന്ന 3 നിയോഗം ഈ അമ്മ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഈ 3 നിയോഗം ഈ അമ്മ പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് പറയാനുണ്ടോ? അമ്മയ്ക്ക് ഒരു നിയോഗമില്ലേ പറയാൻ? പ്രിയമുള്ളവരെ, നിറഞ്ഞു വന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ വലിയൊരു കാര്യമല്ല അച്ഛാ. അച്ഛൻ എൻ്റെ ജീവിത പങ്കാളി 2 മക്കളുടെയും പ്രശ്നങ്ങൾ മാറിക്കിട്ടിയാൽ മതി. നോക്കി, ഇന്നിവിടെ ഇരിക്കുന്ന അനേകർ, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളെക്കുറിച്ച് ഇതുവരെയും ചിന്തിക്കാത്ത ഒരു ജീവിതമാകാം. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള അനേക അസ്വസ്ഥതകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേറുന്നുണ്ട്. ഈ അമ്മയുടെ മനസ്സിൽ കിടക്കുന്ന 3 അസ്വസ്ഥതയും
ഈ അമ്മയുടെ 4 നൂറ്റാണ്ടായ ഈ ശാരീരികമായ രോഗമല്ല കേട്ടോ, ഈ ഒരു മകൻ്റെ വിവാഹ തടസ്സം, ഒരു മകൻ്റെ പഠനമേഖല തടസ്സവും ഈ ജീവിത പങ്കാളിയുടെ ശാരീരികമായ രോഗങ്ങളാണ്. നീ നമ്മുടെ സ്വന്തം അസ്വസ്ഥതകൾ മറന്ന് മറ്റു വിധത്തിലുള്ള അസ്വസ്ഥതകൾ മാത്രം അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പനെയും അമ്മയെയും ബാധിക്കുന്ന ഏറ്റവും വലിയ അസ്വസ്ഥത എനിക്ക് തോന്നുക ആരെക്കുറിച്ചുള്ള അസ്വസ്ഥതയാണ്? മക്കളെക്കുറിച്ചാണ് കേട്ടോ. ഇത് വചനം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു അപ്പനും അമ്മയ്ക്കും തങ്ങളുടെ മക്കളെക്കുറിച്ച് അസ്വസ്ഥതയുണ്ടാകും. പ്രിയമുള്ളവരെ, ഇത് തിരുവചനം തന്നെ പറയുന്നു. ഈ മക്കളെ ഓർത്ത് മാതാപിതാക്കൾക്ക് അപ്പനും അമ്മയും അസ്വസ്ഥതയുണ്ടാകും എന്ന വചനം എവിടെയാണ് പറയുക? ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുക പൂർവ്വപിതാവായ അബ്രാഹത്തെ കുറിച്ചാണ്. പ്രാസനാൽ എന്ന് പറയുന്ന ഇടവയിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് പ്രിയമുള്ള ഒരു അമ്മ താമറി വന്ന് ശുശ്രൂഷ കൂടിയാണ്, ആന്തരിക സഭയ്ക്ക് ധ്യാനം കൂടിയാണ്. അപ്പോൾ ഈ താമസിച്ചുള്ള ഈ ആന്തരിക സഭയ്ക്ക് ധ്യാനം ഈ അമ്മ കൂടുമ്പോൾ ഈ അമ്മയുടെ അസ്വസ്ഥത അമ്മയെക്കുറിച്ചല്ല കേട്ടോ. ഈ അമ്മയുടെ അസ്വസ്ഥത തൻ്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും. ഇന്ന് ഈ മകനെയും മകളെക്കുറിച്ച് ഈ അമ്മയ്ക്ക് അസ്വസ്ഥതയുണ്ട് എന്ന് പറയാൻ കാരണം ഈ അമ്മയുടെ കണ്ണ് നിറയുക ഈ മകനെയും മകളെക്കുറിച്ച് പറയുമ്പോൾ അവർ കണ്ണുനീരോടെ അമ്മ എന്നോട് പറഞ്ഞാൽ എൻ്റെ മകൻ്റെയും മകളുടെയും രണ്ടുപേരുടെയും വിവാഹം നടക്കാൻ തടസ്സമാണ്. തടസ്സമെന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് കേട്ടോ. ഒരിക്കലും കോട്ടയപ്പുറം വില്ലൂന്നി എന്ന് പറയുന്ന ഇടവക, അവിടെയുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താബോറിൻ്റെ ഒരു ശനിയാഴ്ചത്തെ റുകാഭിഷ കൺവെൻഷൻ ഓൺലൈനിൽ കൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടി ആദ്യമായിട്ടാണ് ഈ മൊബൈൽ ഫോണിലൂടെ ഈ യൂട്യൂബിലൂടെ ഈ താബോറിൻ്റെ ശുശ്രൂഷ ഓൺലൈനിൽ ആദ്യമായിട്ട് ശനിയാഴ്ച കൂടുകയാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ഓൺലൈൻ ശുശ്രൂഷ ഈ പെൺകുട്ടി കൂടുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അറിയണം, ഈ പെൺകുട്ടി 26-ാമത്തെ വയസ്സ് വിവാഹാലോചന ആരംഭിച്ച ഒരു മകളാണ്. അപ്പോൾ ഈ പെൺകുട്ടി താബോറിൻ്റെ ഈ ശനിയാഴ്ച കൺവെൻഷൻ ആദ്യമായിട്ട് ഇങ്ങനെ മൊബൈൽ ഫോണിൽ റുകാഭിഷ കൺവെൻഷൻ കൂടുമ്പോൾ 26-ാമത്തെ വയസ്സ് വിവാഹാലോചന ആരംഭിച്ചതാണ്. പക്ഷേ ഈ ശുശ്രൂഷ ഓൺലൈനിൽ കൂടുമ്പോൾ ഈ മകൾക്ക് വയസ്സ് 35. ഈ കഴിഞ്ഞ 10 വർഷമായി പ്രിയമുള്ളവരെ പറയാൻ വിഷമമുണ്ട്, ഈ മകൾ വിവാഹം നടന്നിട്ടില്ല. 26-ാമത്തെ വയസ്സിൽ ആരംഭിച്ച വിവാഹാലോചനയാണ് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ഈ മേഖലയാണ് കേട്ടോ. ഈ കഴിഞ്ഞ 10 വർഷമായി ഈ മകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ എന്തുണ്ട്? അസ്വസ്ഥതയുണ്ട്. ഈ 26-ാം വയസ്സ് വിവാഹാലോചന ആരംഭിച്ചപ്പോൾ ഈ മകളുടെ മനസ്സിൽ സ്വപ്നമുണ്ട്, ദൈവമേ 3, 4, 5 മാസം കൊണ്ട് വിവാഹം നടക്കും. എന്നാൽ പിന്നീട് 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് നീ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഈ മകളുടെ മനസ്സിൽ അസ്വസ്ഥത കൂടിക്കൂടി വരികയാണ്. ഒരുപക്ഷെ അസ്വസ്ഥത കൂടി ഈ വിവാഹം നടക്കാൻ തടസ്സം 5 വർഷം നീണ്ടു നിന്നപ്പോൾ ഒരുപക്ഷെ ഈ മകൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം, അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാകും, ദൈവമേ ഇനി എൻ്റെ വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്ന് പോലും. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷമായി വിവാഹം നടക്കാതെ ഈ 35-ാം വയസ്സിൽ താബോറിൻ്റെ ശുശ്രൂഷ ഓൺലൈനിൽ കൂടുമ്പോൾ അന്ന് താബോറി ദൈവാത്മ നൽകിയ ഒരു ദൈവികമായ ഒരു സന്ദേശമായിരുന്നു. ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന 3 പേരുടെ നോക്കണം കേട്ടോ. നമ്മുടെ അസ്വസ്ഥതയെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഈശോ. ഈ ഇരിക്കുന്ന തന്നെ നിങ്ങളുടെ അസ്വസ്ഥത ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചിലത് ശരിയായ രീതിയിൽ കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അസ്വസ്ഥത ഉണ്ടാകും കേട്ടോ. അപ്പം ഈ മകളുടെ ജീവിതത്തിൽ അസ്വസ്ഥത, ഈ അസ്വസ്ഥത ആരറിയുന്നുണ്ട്? ഈശോ. പ്രിയമുള്ളന്ന് ആ ശനിയാഴ്ച താബോറി ദൈവാത്മ നൽകിയ ഒരു ദൈവികമായൊരു സന്ദേശമായിരുന്നു 3 പേരുടെ വിവാഹം. ഈ താബോറിൻ്റെ റുകാഭിഷേക കൺവെൻഷൻ കഴിഞ്ഞ് 93 ദിവസത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ ഉറപ്പിക്കുകയോ ചെയ്യുന്ന അനുഗ്രഹം താബോർ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി ഈശോ നൽകി അനുഗ്രഹിക്കുന്നു. ഈ ഒരു മെസ്സേജ് പ്രിയമുള്ളവരെ ആ താബോറി വിളിച്ചു പറഞ്ഞപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്ന ഈ പെൺകുട്ടി ആ സമയം വിട്ട് കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ദൈവം തരുന്നൊരു മെസ്സേജ്, നീ അത് എനിക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് എന്ന് ഈ വൈദികനായി ഞാനും നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരിലേക്ക് അഭിഷേകം കടന്നു വരും കേട്ടോ. ഈ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനായി എനിക്കോ നിങ്ങൾക്കോ വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ 26-ാം വയസ്സ് വിവാഹാലോചന ആരംഭിച്ചു, 35 വയസ്സായി വിവാഹം നടന്നില്ല. ഈ മകൾക്ക് വിവാഹാലോചന അത് കഴിഞ്ഞ് വരുന്നു. 93 ദിവസം തികയാൻ 1 ദിവസം ബാക്കി നിൽക്കുമ്പോൾ 92-ാമത്തെ ദിവസം ഈ മകളുടെ 10 വർഷമായി വിവാഹ തടസ്സം മാറി വിവാഹം മംഗളകരമായി നടക്കുകയാണ്.